സാർ ആ ഒരു ക്ലിക്ക് ഒറ്റ ജമ്പിൽ അതിനിടയ്ക്കുള്ളൊരു മൈക്രോ സെക്കൻഡ്? നമ്പർ 1, ഫോട്ടോഗ്രാഫി ഈസ് എ സ്ലൈസ് ഓഫ് ടൈം. നമ്മുടെ നിൽക്കാതെ പോകുന്ന ഈ സമയം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത സാധനത്തിന്റെ ഏതോ ഒരു ചെറിയ സെക്കൻഡ് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സാധനത്തിന്റെ പേരാ ഫോട്ടോഗ്രാഫി. അതിനടുത്ത് ചുവരി തൂക്കുക നമ്മൾ പെർമനന്റ് ആയിട്ട്. ആ സമയമാണ് നമ്മൾ കീറിയെടുത്ത് നമ്മൾ ചുവരി തൂക്കുന്നത്. അതാണ് ഫോട്ടോഗ്രാഫി. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ, നമുക്കൊരു സൗണ്ട് നോളജ് ഓഫ് ദി എക്യുപ്മെന്റ് വേണമെന്ന്. രണ്ടാമത് ദ സൗണ്ട് നോളജ് ഓഫ് ദ സബ്ജക്ട് വേണം. ഞാൻ 25 കൊല്ലമായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ്. ആ ചിത്രത്തിൽ എന്ന് വെച്ചാൽ ആ 2 പാറകൾ ഇരിപ്പുണ്ട്. ഈ 2 പാറയുടെയും താഴെയായിട്ട് ഒരു കരടി നിൽപ്പുണ്ട്. ഞാൻ കരടിയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചിത്രം ഇത് കഴിഞ്ഞ അടുത്ത് കാണിച്ചു തരാം. പെട്ടെന്ന് ഈ ഫ്രെയിമിനകത്ത് ഞാൻ ഈ പാറയുടെ അറ്റത്തൊരു അനക്കം കാണുന്നുണ്ട്. കാണുന്ന വെച്ചാൽ എന്തോ ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ക്യാമറ തിരിച്ചു കാണുന്ന ഒരു അണ്ണൻ ഈ പാറയുടെ അറ്റത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇവന് ചാടണം. കാരണം ഇവന് മേളിൽ കൂടെ ചാടണം. താഴെ പോകാൻ വയ്യാത്തൊരു കരടി നിൽക്കുന്ന പേടിയായിരിക്കും. അപ്പൊ ഇത്ര വലിയൊരു ജമ്പ് എടുക്കാൻ റിസ്ക് എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ നിമിഷം എന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ വരണം. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ ക്യാപ്ചർ ചെയ്യണം. അപ്പൊ ഈ അണ്ണാന്റെ ചാട്ടം എന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കാം. അപ്പൊ അതിനെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ഫ്രീസ് ചെയ്യണം. അപ്പൊ ഫ്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനിക്കൊരു ഷട്ടർ സ്പീഡ്, വളരെ ഹൈ ഷട്ടർ സ്പീഡിൽ ഷൂട്ട് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ണാൻ ഇല്ലാത്ത ചിത്രം ആലോചിച്ച് നോക്കുക. അപ്പൊ 2 പാറ 2 സൈഡിലുണ്ട്, നടുക്ക് എം ടി ആണ്. അണ്ണാൻ ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിന്റ് ചെയ്ത് ഫോക്കസ് ചെയ്താൽ എന്റെ ഫോക്കസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ അത് എങ്ങനെ പരിഹരിക്കണം? പക്ഷെ ഇതെല്ലാം അനുഭവം കൊണ്ട് നമുക്ക് കിട്ടുന്ന. ഞാൻ ഓൺ ദി സ്പോട്ട് ഞാൻ മാനുവൽ ഫോക്കസിലേക്ക് മാറുന്നു. ഞാൻ നേരത്തെ തന്നെ പാറയിലോട്ട് തിരിഞ്ഞ് ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയുള്ള എന്റെ റിഫ്ലക്സ് ആണ്. അപ്പൊ ഈ റിഫ്ലക്സ് ആണ് ഞാൻ പറഞ്ഞാൽ വേലുക്കുട്ടി സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നതും ഞാൻ എന്റെ കരാട്ടെ മാസ്റ്ററോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ആ റിഫ്ലക്സ് കിട്ടുന്നത്. കൂടാതെ പ്രകൃതിയുടെ മൂവ്മെന്റ്സ് സാറിന് ജഡ്ജ് ചെയ്യാൻ പറ്റും, നേരത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ലഡാക്കിൽ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു പ്രോജക്ട് ഞാൻ പോയി. അന്നത്തെ ജനറലായിരുന്ന ദീപക് കപൂർ നേരിട്ട് വിളിച്ചിട്ട് 1 മാസത്തോളം എനിക്ക് ഈ ഇന്ത്യൻ ആർമിയുടെ എക്സ്ട്രീം ടെറൈൻസിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഈ സിയാച്ചിൻ, ദ്രാസ്, കാർഗിൽ, ടൈഗർ ഹിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനും വർക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ എല്ലാം പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ബോർഡറിൽ ആർമിയുടെ കുറെ എഴുത്തുണ്ട്, റോഡിന്റെ സൈഡിൽ എഴുതിയിരിക്കും രസകരമായിട്ട്. അതിലൊരു മെസ്സേജ് എനിക്ക് മനസ്സിൽ ഉള്ളത് ഞാൻ ഇപ്പം കോട്ട് ചെയ്യാം. ലക്ക് ഈസ് വെൻ ഓപ്പർച്യൂണിറ്റി മീറ്റ്സ് പ്രിപ്പറേഷൻ. ഭാഗ്യമൊന്നുമില്ല. ഈ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ നിമിഷം നമുക്ക് ആ ഭാഗ്യത്തെ ഒരു ചിത്രമായി മാറ്റാനുള്ള സ്കില്ലും റിഫ്ലക്സും ആ സമയത്ത് വരേണ്ട ചിന്തകളും കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ പണ്ട് പറയും കർണശാപം എന്ന് പറയും. കാരണം ആ മൊമെന്റ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ അണ്ണാൻ ചാടുന്ന 1 മിനിറ്റ് നിൽക്കട്ടെ, ഞാനൊന്ന് ക്യാമറ സെറ്റിംഗ് മാറ്റിക്കോട്ടെ എന്ന് അണ്ണാന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ആ നിമിഷം എന്തൊക്കെ വേണമെന്നുള്ള ഡിസിഷൻ നമുക്ക് വരികയാണ്. ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കുറെ അതിനകത്ത് ഫിസിക്സ് ഉണ്ട്, അതിനകത്ത് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ഓപ്റ്റിക്സ് വരുന്നുണ്ട്. ഈ ഡിസിഷൻ എടുക്കുന്നിടത്താണ് എന്റെ സ്കിൽ. ഇത് എനിക്ക് ഒരുപക്ഷെ എനിക്ക് ഈ പ്രായത്തിൽ അനുഭവം കൊണ്ട് കിട്ടുന്നതായിരിക്കാം. 10 കൊല്ലം കഴിയുമ്പോൾ എന്റെ പ്രായം കൂടുമ്പോൾ ഇത് ഇല്ലാതെ പോവുകയും ചെയ്യും. സാറിന് എപ്പോഴും അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട് എന്തെങ്കിലും അവസരങ്ങൾ? മിസ്സാകുന്ന അവസരങ്ങളാണ് കൂടുതൽ. ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചൊല്ലുന്നത് ഗ്രേറ്റ് പിക്ചേഴ്സ് ആർ നെവർ മെയ്ഡ് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് നേച്ചർ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്ക് ഈ ഫേസ്ബുക്ക് കൂടെ വന്നതിന് ശേഷം ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഒരു +2 വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയക്കും, സാർ ഐ വാണ്ട് ടു ബി എ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ലൈക്ക് യു, പ്ലീസ് ഹെൽപ്പ് മീ. തിരിച്ച് ഞാൻ എപ്പോഴും പറയും, ഞാൻ ആരുടെ ഞാൻ ഡിനൈ ചെയ്യാറില്ല, ഞാൻ എല്ലാവർക്കും ഞാൻ മറുപടി അയക്കും. ഞാൻ തിരിച്ചു പറയും, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇസ് എൻ ആർട്ട്, ഇസ് എ ട്രെയിനിങ് ഇൻ ദ ആർട്ട് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്. ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിപ്പോകുന്നു. അപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇന്ന് രാവിലെ 11 മണി വരെ ഞാൻ കടുവയെ ഷൂട്ട് ചെയ്യും, 11 മുതൽ 3 മണി വരെ ആന, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാട്ടിപ്പോകാൻ പറ്റത്തില്ല. പേഷ്യൻസ് ലെവല് ഫിനോമിനലാണ്. അപ്പൊ ഡിസപ്പോയിന്റ്മെന്റ് ഏറ്റവും കൂടുതൽ. ചിലപ്പോൾ തേക്കടി പോകുന്നു, നമ്മൾ 2 ദിവസം ബോട്ടിൽ പോയി തിരിച്ചു വന്നു, 3 ദിവസം കാട്ടിനകത്തൂടെ നടന്നു, ഒന്നും കിട്ടുന്നില്ല, തിരിച്ചു അതുപോലെ 5 ദിവസങ്ങൾ തിരിച്ചു വരിക. അപ്പൊ ആ ഡിസപ്പോയിന്റ്മെന്റ് അവിടെയും ഒരു കാര്യം വെച്ചാൽ, സിൻസ് ഐ ലവ് നേച്ചർ ഐ കൻ എൻജോയ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്. ഏത് ഭാവവും പ്രകൃതി ഏത് ഭാവവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഒരു വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് ആരും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മൾ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഏത് കാര്യവും ആസ്വദിക്കുന്നത്. ഇപ്പൊ ഞാൻ മൂന്നാർ പോയി നിൽക്കുമ്പോൾ എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും, എന്റെ മുഖത്ത് നല്ല കുളിർ കാറ്റടിക്കുന്നുണ്ട്, പക്ഷികളുടെ ശബ്ദമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ലാൻഡ്സ്കേപ്പ് ഞാൻ ആസ്വദിക്കുന്നത്. ഞാൻ ക്യാമറ പൊക്കി ക്ലിക്ക് ചെയ്യുമ്പം ഇതിനകത്തുള്ള ഫീല് പോയി, ഇതിനകത്തുള്ള ടച്ച് പോയി, ഇതിനകത്തുള്ള സ്മെല്ല് പോയി, ഇതിനകത്തുള്ള ടേസ്റ്റ് പോയി, ഇതെല്ലാം പോയി, കാഴ്ച മാത്രമേ ഉള്ളൂ.
ഇല്ലേ, അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ 5 ഇന്ദ്രിയങ്ങളും കൊണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് ഇതിന്റെ 4 എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ വിഷ്വൽ മാത്രമാണ് എടുത്ത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഇതിന്റെ എന്താ പറയും, ഇപ്പൊ ഇന്ന് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പറഞ്ഞ ഇൻഫർമേഷന്റെ 80% നമ്മൾ നഷ്ടപ്പെടുത്തി. അതിനകത്ത് നമ്മൾ വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു ഫോട്ടോ കാണുമ്പം കാഴ്ചക്കാരന് മഴ അനുഭവപ്പെട്ടാല്, ഒരു മഴയുടെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ആ മഴയുടെ ഫീല് കിട്ടിയെന്നൊരു കാഴ്ചക്കാരൻ പറയുന്നിടത്താണ് നമ്മുടെ സക്സസ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നിടത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കാഴ്ചക്കാരനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അത് എത്തണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പുറത്തൊരു തലത്തിലേക്ക് ചിത്രം പോയെന്ന് വരും. ഈ അണ്ണാന്റെ ചിത്രം എനിക്ക് വളരെ വളരെ പേഴ്സണൽ ആവാൻ കാരണം, ഈ തിരുവനന്തപുരത്ത് ഈ എക്സിബിഷൻ സമയത്ത് ഒരു ലേഡി വന്ന് എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഈ ചിത്രം മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പറഞ്ഞു, എന്താണ്, എനിക്ക് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം എന്ന് പറഞ്ഞു. നമ്മൾ എന്താണെന്ന് ചോദിച്ചു. ആദ്യമായി ഇത് സത്യസന്ധമായ ചിത്രമാണോ എന്ന് ചോദിച്ചു. അതെ, നമ്മുടെ റോ ഫയലാണ്. റോ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയർ. നമ്മൾ റോ ഫയൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ രണ്ടാമത് ഈ അണ്ണാൻ ഇപ്പുറത്ത് എത്തിയോ എന്ന് ചോദിച്ചു. ജെന്യൂനായിട്ട് ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എത്തി. അപ്പൊ എനിക്കൊന്ന് കാണിച്ചു തരും എവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് എത്തിയത്. ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. കാരണം കണ്ടിന്യൂസ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ലാൻഡിംഗ് പിക്ചർ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ദെൻ ഐ വാണ്ട് ടു ബൈ ദ പിക്ചർ. നമ്മൾ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ 2ാമത്തെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ജീവിതത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എക്സ്ട്രീം പ്രഷേഴ്സിൽ ഞാൻ ജീവിക്കുകയാണ്. എന്റെ ലൈഫിനകത്ത് ഒരുപാട് ട്രാജഡീസും എനിക്ക് ഒരുപാട് ചലഞ്ചസുമായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചിത്രം ഞാൻ കണ്ടപ്പോൾ ഇത് വാങ്ങിച്ച് എന്റെ ബെഡ്റൂമിൽ തൂക്കണം. എനിക്ക് എന്ന് രാവിലെ ഉണരുമ്പോൾ എനിക്കൊരു മെസ്സേജ് ഉണ്ട്, ഈ അണ്ണാനപ്പുറം എത്താമെങ്കിൽ ഇന്നത്തെ ദിവസം ഞാനും കടക്കും. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. ഏറ്റവും വലിയ കാര്യം ഈ ഫിലോസഫിക്ക് വേണ്ടി ഞാൻ ഈ ചിത്രം എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഭൂരിവക കള്ളനാണ്. ഞാൻ ഒരിക്കലും കാണാത്ത കാര്യം അത്. സാറ് പോലും ഞാൻ ഒരിക്കലും വിചാരിക്കാതെ ഞാൻ ഈ ചിത്രം എടുക്കുമ്പോൾ നല്ലൊരു ആക്ഷൻ പിക്ചർ, അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് സാധനം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബട്ട് കാഴ്ചക്കാരനിലേക്ക് ഇത് വേറെ തലത്തിലെത്തുന്നു എന്ന് പറയുന്നിടത്താണ് അപ്പോൾ ഞാനും മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ കാണുന്നതല്ല കാഴ്ചക്കാരൻ കാണുന്നത്. സക്സസിന്റെ ലെവൽ അവിടെ നമ്മൾ പല ലെവലിലേക്ക് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടില്ലേ? അവാർഡ്സ് ഒത്തിരി. ഞാൻ പറയും, ഫോട്ടോഗ്രാഫിയിൽ മത്സരങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മത്സരങ്ങളിൽ നിന്ന് 94 റിട്ടയർ ചെയ്തു. ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മത്സരങ്ങളിൽ ഒന്ന് ഈ മത്സരങ്ങളിൽ മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ല ചിത്രം എടുക്കുന്നത്. മത്സരത്തിൽ ജയിക്കാനോ അല്ലെങ്കിൽ പലപ്പോഴും വലിയ മത്സരങ്ങളില്ല ജഡ്ജിന്റെ പേര് അനൗൺസ് ചെയ്യും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്നത്തെയും ഫോട്ടോഗ്രാഫിയിൽ നേച്ചർ ഫോട്ടോഗ്രാഫിയുടെ കുലപതി എന്ന് പറഞ്ഞ പെരുമാൾ സാർ, TNA പെരുമാൾ എന്ന് പറയും. അപ്പൊ പെരുമാൾ സാറിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്, പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആനിമൽ ഇൻ ഇറ്റ്സ് ഹാബിറ്റാറ്റ് ആണ്. ആ മൃഗം പൂർണ്ണമായിട്ടും വിസിബിൾ ആയിട്ട് അതിനൊപ്പം അതിന്റെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗം കൂടെ ചേർത്തിനകത്ത് അങ്ങനെ ചിത്രം എടുക്കുന്നത്. ഇത്തരം ചിത്രങ്ങളാണ് പുള്ളി ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാനത് മാത്രം എടുക്കും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് അവിടെ പോയിട്ട് ഒരു ഭ്രാന്തൻ ആശയം എന്റെ മനസ്സിലൊന്നും ഞാൻ ചെയ്യത്തില്ല. ഡിഫറന്റ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. കാര്യം എന്താ, അത് എന്തായാലും അങ്ങനെ പറഞ്ഞ സാധനം എടുത്താൽ പെരുമാൾജി സമ്മാനം തരത്തില്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഫോട്ടോ എടുക്കുന്നത്, അവാർഡിന് വേണ്ടിയായി. ഇപ്പൊ ഇതൊരു ആപത്തായപ്പോ എന്റെ ക്രിയേറ്റിവിറ്റി ഞാൻ ലിമിറ്റ് ചെയ്തു തുടങ്ങി എന്നുള്ള ഫീൽ വന്നപ്പോഴാണ് ഞാൻ പ്രധാനമായിട്ട് നിർത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേറൊരു സമയത്തിൽ ഞാൻ പിന്നെ ജഡ്ജസിന്റെ പാനലിലേക്ക് മാറി തുടങ്ങി പലപ്പോഴും. ഒരിടത്ത് സ്ഥിരമായി പലയിടത്തും ജഡ്ജായിട്ട് വരുന്ന ഒരാള് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു മര്യാദകേടുണ്ട്. ബട്ട് ബൈ ദ ടൈം ഐ ഹാവ് അച്ചീവ്ഡ്. നമ്മൾ UN അവാർഡ് കിട്ടി, എനിക്ക് 92 തന്നെ കിട്ടി. അന്നത്തെ ഏറ്റവും വലിയ പ്രൈസാണ്. 34,000 ചിത്രങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കിട്ടിയ, ഇന്ത്യയിൽ ഏഷ്യയിൽ അത് രണ്ട് ഫോട്ടോയ്ക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ളൂ. ഇത് കൂടാതെ എനിക്ക് റോയൽ ഫോട്ടോഗ്രാഫിക് സൊസൈറ്റിയുടെ അസോസിയേറ്റ്ഷിപ്പ് എനിക്ക് അന്ന് 92-94 തന്നെ കിട്ടി. ഫിയാപ്പ് എന്ന് പറയുന്ന യുനെസ്കോയുടെ ബോഡിയുടെ അവരുടെ ആർട്ടിസ്റ്റ് എന്നുള്ള മെറിറ്റ് കിട്ടി. അപ്പൊ ഇന്റർനാഷണൽ തലത്തിൽ എനിക്ക് 7-8 ഓണേഴ്സും അവാർഡ്സും ആ സമയത്തായി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ ഇതിനേക്കാളും പ്രധാനമായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി എനിക്ക് എന്തൊക്കെയോ തരുന്നുണ്ട്. ഈ അവാർഡായിട്ടും സർട്ടിഫിക്കറ്റായിട്ടും ഇതൊന്നും അല്ലെങ്കിൽ തന്നെ അംഗീകാരമായിട്ടും. അപ്പൊ സമൂഹത്തിൽ ഇപ്പം പലയിടത്തും ചെല്ലുമ്പോൾ എന്താ പണിയെന്ന് ചോദിക്കുമ്പോൾ ആ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പം ഒരു പ്രത്യേക റെസ്പെക്റ്റാണ്. ഞാൻ ഡിസേർവ് ചെയ്യാത്ത ലെവലിലേക്കുള്ള റെസ്പെക്ട് സോഷ്യലി കിട്ടുന്നുണ്ട്. നമ്മൾ അതിനൊന്നും യോഗ്യരല്ല. പക്ഷെ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് പലപ്പോഴും ഇപ്പം അടുത്ത കാലത്ത് പലരും വിളിക്കുമ്പോഴും നമ്മളെ കൊണ്ട് സാർ അവിടെ ഇരിക്കേണ്ട സാർ എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തുമ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഫോട്ടോ കൊണ്ട് മാത്രമല്ല, പ്രകൃതിക്ക് മനുഷ്യൻ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇതിന്റെ ഏതോ ഒരു അംശം എനിക്കും കിട്ടുന്നത്. നമ്മൾ ഈ സമൂഹം പ്രകൃതിക്ക് കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു ലവും അല്ലെങ്കിൽ കൺസേണും, അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുത്തരും ഒരു റെക്കഗ്നിഷനാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഐ ആം നോട്ട് ഗിവിംഗ് എനിത്തിങ് ബാക്ക് ടു നേച്ചർ. നേച്ചർ ഹാസ് ബീൻ ഗിവിംഗ് എവറിത്തിങ് ടു മീ ഇൻ ദ ഫോം ഓഫ് അവാർഡ്സ്, ഗ്രേറ്റ് പിക്ചേഴ്സ്, റെക്കഗ്നിഷൻ. വാട്ട് ഹാവ് ഐ ഗിവൺ ബാക്ക് ടു നേച്ചർ? ഞാൻ എന്താ തിരിച്ചു കൊടുത്തത് പ്രകൃതിക്ക്? ഞാൻ എല്ലാ ക്ലാസ്സുകളും ഞാൻ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോൾ അവസാനം പറയുന്ന കാര്യം അതാ, ദയവ് ചെയ്ത് നിങ്ങൾ കാട്ടിൽ പോകുന്നു, നിങ്ങൾ പോകുന്നതെല്ലാം ഡിസ്റ്റർബൻസാണ്. പ്രകൃതി രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യൻ പോകാതിരുന്നാൽ മതി. പക്ഷെ നമ്മൾ ടൂറിസത്തിന്റെ പേരിലും ഫോട്ടോഗ്രാഫിയുടെ പേരിലും ദിവസവും ഇപ്പൊ ഗവി എന്നുള്ള ഒരു സ്ഥലം, ഒരു സിനിമ വന്നതിന് ശേഷം ആ സ്ഥലം നശിച്ചു തുടങ്ങി. ശരിയാ, ഒരൊറ്റ ചിത്രം കൊണ്ട് എല്ലാവരും പോകുന്നു, അവിടെ പോകുന്നു, ഫോട്ടോ എടുക്കാൻ പോകുന്നു, സ്ഥലം കാണാൻ പോകുന്നു. ഇത് വൺ സൈഡഡ് അല്ലേ? കടുത്ത ഭാഷയിൽ ഞാൻ വിമർശിക്കാറുണ്ട്. ഞാൻ വാട്ട് യു ആർ ഡൂയിങ് ഇസ് കോൾഡ് വിഷ്വൽ റേപ്പ്. നിങ്ങൾ കണ്ടുകൊണ്ട് റേപ്പ് ചെയ്യുക ചെയ്യുന്നത്, അല്ല നിങ്ങളൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒരുപാട് അവന്യൂസ് ഉണ്ട്. ആസ് എ ഫോട്ടോഗ്രാഫർ ഐ ക്യാൻ ഹെൽപ്പ് എ ലോട്ട് വിത്ത് മൈ പിക്ചേഴ്സ്. ഇപ്പൊ എന്റെ ചിത്രങ്ങൾ ഇന്ന് ഈ വനംവകുപ്പ് മാത്രമല്ല, ഈ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുകൾ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ എന്റെ ഹെൽപ്പ് ആവശ്യപ്പെടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച UNDP-യുടെ പ്രോജക്റ്റിന് അവർക്ക് പിക്ചേഴ്സ് വേണം. അവർക്ക് ഇന്ത്യയിലെ വെസ്റ്റേൺ ഗാർഡ്സ്, പുറത്തെ വെസ്റ്റേൺ ഗാർഡ്സ് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് ഒരു പുസ്തകം ഇറക്കുക. അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറയും എല്ലാ പിക്ചറും ഫ്രീ ആയിട്ട് കൊടുക്കും, എനിക്ക് അതിനകത്ത് പണം വേണ്ട. അപ്പൊ ആ ചിത്രങ്ങൾ കൊണ്ട് ഒരു സോഷ്യലി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഐ എം നോട്ട് എ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എനിമോർ, ഐ എം എ കൺസർവേഷൻ ഫോട്ടോഗ്രാഫർ. അത് യുഎസിലെ ആൾക്കാർ കൊണ്ടുവന്നൊരു എന്താ സാർ കൺസർവേഷൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വിത്ത് എ പേർപ്പസ്. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. പക്ഷെ അതിന്റെ തലങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ILCP എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ലീഗ് ഓഫ് കൺസർവേഷൻ ഫോട്ടോഗ്രാഫേഴ്സ്, ലോകത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള 50 നാഷണൽ ജോഗ്രഫിക് ഫോട്ടോഗ്രാഫേഴ്സ് ഒരുമിച്ച് ചേർന്നിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അവർ തുടങ്ങാനുള്ള കാരണം അവർ പറഞ്ഞത്, a wildlife photographer in the field is the first witness to change. നമ്മൾ പറയുമ്പം ജെയിംസ് ബാരാഗോ എന്നൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ആ മനുഷ്യൻ കഴിഞ്ഞ 20 കൊല്ലമായി ഗ്ലേഷ്യേഴ്സ് മാത്രം ഫോട്ടോ എടുക്കുന്ന മനുഷ്യൻ. ലോകമെമ്പാടും പോയിട്ട് ഈ മഞ്ഞ് മലകളുണ്ടല്ലോ, ഗ്ലേഷ്യേഴ്സ്, ഇതാണല്ലോ എല്ലാ നദികളുടെ ഉത്ഭവം. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക് വരെ, ഹിമാലയത്തിലും അല്ലെങ്കിൽ അലാസ്കയിലും സൈബീരിയയിലുള്ള ഗ്ലേഷ്യേഴ്സ് മാത്രം. കാരണം ഗ്ലേഷ്യേഴ്സിലാണ് ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ നമ്മുടെ മുകളിലുള്ള ഫ്രഷ് വാട്ടർ മുഴുവനും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഭൂമിയിലുള്ള വെള്ളത്തിന്റെ ഏകദേശം 89% ഉപ്പുള്ള, ബാക്കിയുള്ള വെള്ളത്തിന്റെ ഏകദേശം 70% ഇന്ന് ഐസായിട്ട് ലോക്ക്ഡാണ്. നമ്മൾ കുടിവെള്ളം കിട്ടുന്നത് ഈ കിണറിലും കുളത്തിലും കിട്ടുന്ന കുടിവെള്ളം എന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിയിലുള്ള വെള്ളത്തിന്റെ ലെസ് ദാൻ 1% ഈ ഫ്രഷ് വാട്ടർ. ഈ ഗ്ലേഷ്യറിന്റെ ശക്തിയാണ് ഭൂമിയുടെ ശക്തി. ഗ്ലേഷ്യറിന്റെ വലിപ്പം കുറഞ്ഞാൽ ഭൂമിയുടെ മൊത്തം ആവാസം, മൊത്തം സന്തുലിതാവസ്ഥ തകർന്നു പോകും. ഈ മനുഷ്യൻ 20 കൊല്ലമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അമേരിക്കൻ കോൺഗ്രസ് പോലും ഞെട്ടിയിട്ടുണ്ട്. കാരണം ചില ഗ്ലേഷ്യേഴ്സ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് 3-4 കിലോമീറ്റർ പുറകോട്ട് മാറിക്കഴിഞ്ഞു പണ്ടിരുന്ന സ്ഥലത്തുനിന്നും. അപ്പൊ ഇത് ഈ ഇത്രയും ഫ്രൈറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽഡിൽ പോകുന്ന ഒരു ഫോട്ടോഗ്രാഫർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം അതിന്റെ കൺസേണിൽ അദ്ദേഹം അതിന്റെ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ബ്രയാൻ സെറി എന്നൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ഈസ് എൻ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ. പുള്ളി കടലിനകത്ത് അടിയിൽ ഇപ്പം സംഭവിക്കുന്ന ഡാമേജ് സ്റ്റോറി ചെയ്യുക. അപ്പൊ ഇത്തരം ആൾക്കാരാണ് ILCP തുടങ്ങിയത്. അപ്പൊ അവർ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ ഒറ്റ കാര്യം, ഇന്ന് നമ്മുടെ കയ്യിൽ സമയമില്ല.